സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം അതിജീവിച്ചതായി അറിയിച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായും ധനമന്ത്രി പറഞ്ഞു. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷവാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ വികസനം ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ടേക്ക് ഓഫിന് സംസ്ഥാനം ഒരുങ്ങി നിൽക്കുന്നതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേരളം അതിവേഗ വളർച്ചയുടെ പാതയിലാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശം സംരക്ഷിക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷവും സർവീസ് പെൻഷൻ കുടിശ്ശികയുടെ അവസാന ഗഡു ഫെബ്രുവരിയിലും നൽകും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. വയനാട് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. വയനാട് പുനരധിവാസത്തിന് 2221 കോടി രൂപയാണ് വേണ്ടത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പശ്ചാത്തല സൌകര്യ വികസനത്തിന് പ്രാധാന്യം നൽകും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരവികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാൻ തയ്യാറാക്കും. തിരുവനന്തപുരം മെട്രോ 2025-26 ആരംഭിക്കും. കോഴിക്കോട് മെട്രോയും പരിഗണനയിൽ. പ്രവാസികളുടെ കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരളം കേന്ദ്രം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിച്ചു. തെക്കൻ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് കേന്ദ്രത്തിന്റെ സഹായം തേടും. ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തി. 2025-26 വർഷത്തിൽ ലൈഫ് പദ്ധതിയിൽ കുറഞ്ഞത് 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപ കൂടി അനുവദിക്കും. 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ്. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3967.3 കോടി രൂപയാണ്. പ്രതിവർഷം 1300 കോടിയിലധികമാണ്. ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. സംസ്ഥാനത്തെ റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3261 കോടി രൂപ അനുവദിച്ചു. 150ഓളം പാലങ്ങളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. 100ലധികം പാലങ്ങൾ നിർമ്മിച്ചു. 150ഓളം പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കാൻ പോകുന്നു. 2025-26 വർഷത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ ഒഴിവാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. സംസ്ഥാനത്തെ വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകിയ ബജറ്റായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വികസന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ജീവനക്കാർക്കടക്കം ആശ്വാസ പദ്ധതികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു PF ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡുവിന്റെ ലോക്കിംഗ് പീരീഡ് ഈ സാമ്പത്തിക വർഷം ഒഴിവാക്കും. സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പൊ അതൊക്കെ ലഭിക്കും. നാം ജീവിക്കുന്ന ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ അഖണ്ഡമായ ജാഗ്രതയോടെ വിലയിരുത്തി നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടല്ലാതെ വ്യക്തികൾക്കോ സമൂഹത്തിനോ മുന്നോട്ട് പോകാനാവില്ല. കേരള സർക്കാരിന്റെ വികസന ധനനയങ്ങളെ നിർണ്ണയിക്കുന്നത് നിരന്തര നവീകരണത്തിന്റേതായ ഈ കാഴ്ചപ്പാടാണ്. അതിന്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. 1. അസമാധാനവും വിദ്വേഷവും സംഘർഷങ്ങളും പടർന്നു പിടിക്കുന്ന ഏറെ സംഭ്രമജനകമായ സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമാണ് നമ്മുടെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഏറ്റവും വലിയ ഉറപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയോടും മറ്റ് സംഘടിത വിഭാഗീയ നയങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന സമീപനം നാം സ്വീകരിക്കുന്നത്. ഈ രാഷ്ട്രീയ സ്ഥിതിവിവരത്തിന്റെ വികസനക്ഷേമ മൂല്യം ഭൂനികുതി 50% ഉയർത്തി. ഇതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നു. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും. വില അനുസരിച്ച് നികുതിയിൽ മാറ്റം വരുത്തും. കോൺട്രാക്ട് കാരിയേജ് വാഹനങ്ങളുടെ നികുതി പരിഷ്കരിക്കും. സീറ്റ് എണ്ണം അനുസരിച്ച് മാറ്റം വരും. സർക്കാർ ഭൂമിയുടെ പാട്ടം നിരക്കിൽ പരിഷ്കാരം വരുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു.
ജനസംഖ്യാ പരിണാമത്തിന്റെ സമകാലിക ഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നതിന്റെയും പ്രായമായവരുടെ അനുപാതം വലിയ തോതിൽ വർദ്ധിക്കുന്നതിന്റെയും വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. പുനരധിവാസത്തിന്റെ ആദ്യഘട്ടമായാണ് തുക അനുവദിച്ചത്. പുനരധിവാസത്തിന് 2221 കോടി രൂപയാണ് വേണ്ടത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതിന് കാരണം തനത് നികുതി വർധനയാണെന്നും ധനമന്ത്രി പറഞ്ഞു. മുൻകൂട്ടി കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ധനക്കമ്മി 2.9% കുറഞ്ഞു. അനാവശ്യ ചെലവ് ഒഴിവാക്കിയും ചെലവിന് മുൻഗണന തീരുമാനിച്ചുമാണ് പിടിച്ചുനിന്നത്. റവന്യൂ കമ്മി 1.58% കുറയ്ക്കാൻ സാധിച്ചതായി ധനമന്ത്രി പറഞ്ഞു. മൂലധന ചെലവ് 16,871.80 കോടിയാണ്. പൊതുക്കടം 40,848.21 കോടിയും ബജറ്റ് പ്രഖ്യാപിച്ച അധിക ചെലവ് 1,820.50 കോടിയുമാണ്.